അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മനുഷ്യൻ്റെ മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഒരു മനുഷ്യൻ്റെ ഇസ്ലാം, അവൻ്റെ ദീൻ, അതിൻ്റെ ഭംഗിയിൽപ്പെട്ടതാണ് തർക്കുഹു മാ ലാ യഅനി, അവന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ, അവനെ ബാധിക്കാത്ത കാര്യങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത്. ഈ ഹദീസ് പല ഇമാമിങ്ങളും ദഈഫാക്കിയിട്ടുള്ള ഹദീസാണ്. പക്ഷേ ഇതിൻ്റെ ആശയം ശരിയാണ്. മറ്റ് പല ഹദീസുകളിലും സൂചനയുള്ള കാര്യമാണ്. ഉദാഹരണത്തിന്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നവർ നല്ലത് പറയട്ടെ, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അപ്പോൾ നല്ലതാണ് എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം പറയുക. അതുപോലെ തന്നെയാണ് പ്രവൃത്തികളും. ഉപകാരമുണ്ട് എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. അല്ലാത്ത കാര്യങ്ങളാണ് മാ ലാ യഅനി, നമുക്ക് ആവശ്യമില്ലാത്തത് എന്ന് ഈ ഹദീസിൽ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ ഹദീസ് വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. ഈ ആശയം ചില പണ്ഡിതന്മാർ, ഉലമാക്കൾ പറഞ്ഞത് കാണാം. ഒരാൾ ഈ ഹദീസ് മാത്രം അവൻ്റെ ജീവിതത്തിൽ പാലിച്ചാൽ, ഇത് ജീവിതത്തിൽ നടപ്പിലാക്കിയാൽ തന്നെ അവൻ രക്ഷപ്പെടും. അവനാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്നു, അതിനെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു, അതിനെക്കുറിച്ച് മാത്രം ടെൻഷൻ അടിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ജീവിതം ഖൈറായിരിക്കും. അതുപോലെ തന്നെ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാവുന്ന ഒരു ഫായിദ, ഇസ്ലാം എന്ന് പറയുന്നത് ധാരാളം മഹാസിനുകൾ, നന്മകളുള്ള ദീനാണ്. അതുകൊണ്ടാണ് മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ, ഇസ്ലാമിൻ്റെ ഭംഗിയിൽപ്പെട്ടതാണിത് എന്ന് പറയുന്നത്. അപ്പോൾ ഇസ്ലാമിൽ ഭംഗിയുള്ള ധാരാളം കാര്യങ്ങളുണ്ട്, നന്മകൾ ധാരാളമുണ്ട്. ഇസ്ലാമിൽ ഓരോ കാര്യങ്ങളും നന്മയാണ്. അതുപോലെ തന്നെ ആരാണോ തനിക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മുഴുകുന്നത്, അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നത്, അവൻ്റെ ദീൻ പൂർണ്ണമല്ല എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ഇതിൻ്റെ നേരെ വിപരീതം, ഒരാൾ അനാവശ്യമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നത് ദീനിൻ്റെ പൂർണ്ണതയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ നേരെ വിപരീതം എന്താണ്? അത്തരം കാര്യങ്ങൾ മുഴുകുന്ന ആളുകൾ, അവരുടെ ദീൻ പൂർണ്ണമല്ല, ഭംഗിയുള്ളതല്ല എന്നർത്ഥം. അതുകൊണ്ട് നമ്മുടെ സമയം അത് വളരെ വിലപ്പെട്ടതാണ്. അത് നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ ചെലവഴിക്കാൻ ശ്രമിക്കുക. ദീനിയായ കാര്യങ്ങളായാലും ദുന്യവിയായ കാര്യങ്ങളായാലും. ദുനിയാവിലോ ആഖിറത്തിലോ ഉപകാരമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നത് വലിയ നഷ്ടമാണ്. ചില സലഫുകൾ പറഞ്ഞതുപോലെ, യബ്ന ആദം ഇന്നമാ അൻത അയ്യാമുൻ, മനുഷ്യ നീ എന്ന് പറയുന്നത് കുറേ ദിവസങ്ങൾ കൂടി ചേർന്നിട്ടുണ്ടായതാണ്. നമ്മുടെ ശരീരം കുറേ അവയവങ്ങൾ കൂടി ഉണ്ടായതാണ് എന്ന് പറയുന്ന പോലെ ഒരു നിലക്ക് നോക്കിയാൽ നമ്മളെന്ന് പറയുന്നത് കുറേ ദിവസങ്ങളുടെ ഒരു ദിവസങ്ങൾ കൂട്ടിവെച്ചതാണ്. ഇത് അദ്ഹബ ബഅ്ദുഹ, ആ ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു പോയാൽ ദഹബ ബഅ്ദുക, നിന്റെ ഒരു ഭാഗം കഴിഞ്ഞുപോയി. നമ്മുടെ ശരീരം നമ്മളിങ്ങനെ മുറിച്ച് കളയുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെയാണ് നമ്മുടെ സമയം കളയുന്നത്. നമ്മളങ്ങനെ മുറിച്ചാൽ കുറേ കഴിയുമ്പോൾ നമ്മളില്ലാതെയാകും. അതുപോലെ നമ്മുടെ ഈ ദിവസങ്ങൾ ഇങ്ങനെ പോയി അവസാനം നമ്മൾ മരിച്ചു പോകും. അതുകൊണ്ട് ആ സമയം അത് വളരെ ഉപകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ഒന്നാമത് നമ്മുടെ ഇബാദത്തുകൾക്ക് വേണ്ടി, വാജിബായിട്ടുള്ള ഇബാദത്തുകൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ദീൻ പഠിക്കാൻ വേണ്ടി, തലബുൽ ഇൽമിന് വേണ്ടി, ആഖിറത്തിൽ നമുക്ക് ഉപകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സമയം കളയാൻ ധാരാളം വഴികളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അങ്ങനെയുള്ള അനാവശ്യ കാര്യങ്ങളിൽ നിന്നൊക്കെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. അത്തരം കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ ഇബാദത്തുകൾ ശ്രദ്ധിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. നമ്മൾ ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് പൂർണ്ണ രൂപത്തിൽ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന രൂപത്തിലാകണമെങ്കിൽ ഇത്തരം അനാവശ്യങ്ങൾ ഒഴിവാക്കിയേ പറ്റുകയുള്ളൂ. നമുക്കറിയാം, സൂറത്ത് അൽ മുഅ്മിനൂൻ അല്ലാഹു തആല മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ, സിഫത്തുകൾ, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകളുടെ വിശേഷണങ്ങൾ പറഞ്ഞപ്പോൾ എന്താണ് പറയുന്നത്? ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. മുഅ്മിനീങ്ങൾ വിജയിച്ചിരിക്കുന്നു, തീർച്ചയായും വിജയിക്കും എന്നർത്ഥം. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ, അവരുടെ നമസ്കാരത്തിൽ ഖുശൂ ഉള്ളവരാണ്, ഭയഭക്തിയോടുകൂടി മനസാന്നിധ്യത്തോടുകൂടി നമസ്കരിക്കുന്നവരാണ്. വല്ലദീന ഹും അനിൽ ലഗ്വി മുഅ്രിദൂൻ, രണ്ടാമത് പറഞ്ഞത് അവർ അനാവശ്യമായ കാര്യങ്ങളിൽ നിന്ന് തിരിഞ്ഞു പോകുന്നവരാണ്, അതിനെ ഉപേക്ഷിക്കുന്നവരാണ്. പിന്നെയാണ് പറയുന്നത് വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, അവർ സക്കാത്ത് കൊടുക്കുന്നവരാണ്. നമുക്കറിയാം, നമസ്കാരവും സക്കാത്തും ഖുർആനിൽ ഒരുമിച്ചാണ് പറയാറുള്ളത്.
എല്ലാ സ്ഥലത്തും ഈ ഒരു ആയത്തിലൊഴികെ. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? യഥാർത്ഥ കാരണം അല്ലാഹുവിനറിയാം. പക്ഷെ ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുള്ളത് അതിലൊരു സൂചനയുണ്ട്. അതെന്താണ്? നമസ്കാരത്തിൽ ഖുശൂ ഉണ്ടാകണമെങ്കിൽ ഈ അനാവശ്യമായ കാര്യങ്ങൾ, ലഘു എന്ന് പറയുന്ന കാര്യങ്ങൾ അത് ഒഴിവാക്കണം. അത്തരം കാര്യങ്ങളിൽ മുഴുകുന്ന ആളുകൾക്ക് അവരുടെ മനസ്സിൽ ഖുശൂ ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സമയം, അതുപോലെ നമ്മുടെ സംസാരവും നമ്മുടെ ചിന്തയുമൊക്കെ എന്തിനാണ് ചെലവഴിക്കുന്നത് എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.